നമസ്കാരം. ഇറാനെ കത്തിക്കാൻ ഇസ്രായേൽ പട. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അറബ് രാജ്യങ്ങൾ. അമേരിക്കയുടെ പരാമർശങ്ങൾക്കെതിരെ അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള നിലപാടുകൾ അവർ കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹക്കബിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെയാണ് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നത്. ഇതിനിടെ ദേശീയ ഐക്യം കാത്തുസൂക്ഷിക്കുമെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നുമൊക്കെ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ നാവിക വായുസേനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചതായിട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അപ്പോൾ ടെഹ്റാനിൽ നടന്ന യോഗത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കയുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് നടക്കുന്ന ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുമായുള്ള രണ്ട് പരോക്ഷ ആണവ ചർച്ചകളിൽ തീരുമാനം ഉണ്ടാകാത്തതും മിഡിൽ ഈസ്റ്റിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതും പ്രദേശത്തെ സംഘർഷാവസ്ഥ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ നാവിക വായുസേനകളെ ഭീകര സംഘടനകളാക്കി പ്രഖ്യാപിച്ചതായിട്ട് ഇറാൻ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, അടുത്തിടെ ഇറാന്റെ വിപ്ലവ ഗാർഡുകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന് പ്രതികാരമായിട്ടുള്ള ഒരു നീക്കമാണിത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അംബാസഡറുള്ള ഹക്കബി ഒരു അഭിമുഖത്തിൽ ഇസ്രായേലിന് മുഴുവൻ മിഡിൽ ഈസ്റ്റിന്മേൽ അല്ലെങ്കിൽ കുറഞ്ഞത് ഭൂരിഭാഗം പ്രദേശത്തിന്മേൽ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് മുസ്ലിം ലോകത്തിന്റെ ദോഷത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു വിദ്വേഷത്തിന് കാരണമായി മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ പ്രസ്താവനകൾ നയതന്ത്രത്തിന്റെ അടിസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധവും സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് ബിൻ അബോൽ ഗൈത്ത് പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകൾ വികാരങ്ങളെ പ്രകോപിപ്പിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈജിപ്തിലെ വിദേശകാര്യ മന്ത്രാലയം ഹക്കബിയുടെ പരാമർശങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുറന്ന ലംഘനമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. സൗദി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദി ഈ പ്രസ്താവനകളെ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായിട്ടുള്ള ഭീഷണിയാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇറാൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്ന് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പാർലമെന്റായിട്ടുള്ള നെസേറ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു വലിയ ഭീഷണിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് ഒരു യുദ്ധം അനിവാര്യതയായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകടനത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രകോപനത്തിനും അതിശക്തമായ ഭാഷയിലായിരിക്കും മറുപടി നൽകുക എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കിയതും ശത്രുക്കളുടെ ഏത് നീക്കവും പരാജയപ്പെടുത്തുവാൻ തങ്ങളുടെ സൈന്യത്തിന് കരുത്തുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളടക്കം തീരുമാനമാകാതെ നീളുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾക്കിടയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമാകുന്നത് എന്നാണ്. അതേസമയം ഇറാനുമായിട്ടുള്ള സംഘർഷ സാഹചര്യം തുടരുന്നതിന്റെ അമേരിക്കൻ കരുത്തിന്റെ പ്രതീകമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറിയെ പിടികൂടിയ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന കപ്പൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങുന്ന സാഹചര്യം ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് USS ജെറാൾഡ് ഫോർഡ് ഗ്രീസിന്റെ സമുദ്രാതിർത്തിയിൽ നിന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ജിബ്രാൾട്ടർ കടലിടുക്ക് പിന്നിട്ടുള്ള ഗ്രീസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കപ്പൽ അടുത്തത് ഇറാന് നൽകുന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ജെറാൾഡ് ഫോർഡ് കൂടി ചേരുന്നതോടെ മേഖലയിൽ അമേരിക്കയുടെ സൈനികാധിപത്യം വർദ്ധിക്കുമെന്നും ഇത് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് മുന്നോടിയാണ് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഈ മാസം 14-ാം തീയതിയാണ് ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പൽ അയച്ചത്. ഇറാനുമായിട്ട് ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ USS ജെറാൾഡ് ഫോർഡ് പടക്കപ്പൽ ആവശ്യം വരുമെന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ധാരണയിലെത്തിയാൽ പിൻവലിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് എത്തപ്പെടുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ പിൻവലിക്കാതെ ഈ പറയുന്ന രണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്നും ധാരാളം യഥേഷ്ടം മിസൈൽ വർഷം ഉണ്ടാകുമെന്നും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് പിന്നാലെയാണ് ജെറാൾഡ് ഫോർഡിന് കൂടി മേഖലയിൽ എത്തിച്ചിരിക്കുന്നത്. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഒരു കപ്പലാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഈ കപ്പൽ ഈ ജെറാൾഡ് കൂടി എത്തിയതോടുകൂടി അമേരിക്കൻ സൈനിക സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് ശക്തമായിരിക്കുകയാണ്. അതിനകത്ത് ഇറാനെതിരെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാനും ഇപ്പോൾ അമേരിക്ക തയ്യാറാണ്. ഇറാനെ കത്തിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ പടയുടെ ലക്ഷ്യം. കാരണം ഇറാന്റെ ആക്രമണം ഇസ്രായേലിനെ ബാധിക്കുകയോ ഇസ്രായേലിനെതിരെ ആദ്യത്തെ ബോംബ് തൊടുക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേൽ പട ഇറാനെ കത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ എത്തുന്നത്. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആദ്യത്തെ മിസൈൽ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ചിന്തിക്കാത്ത വണ്ണമുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതായത് ഇറാനെ ചുട്ടുകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം.